അമേരിക്കയുടെ ശക്തിയുടെ പ്രതീകമായി അറിയപ്പെടുന്ന B-52 സ്റ്റെറോഫ്രോട്ടസ് ബോംബർ വിമാനം ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ സൈനിക വിമാനങ്ങളിലൊന്നാണ്. വലിപ്പവും ദീർഘദൂര യാത്രാശേഷിയും വലിയ ആയുധശേഖരം വഹിക്കാനുള്ള കഴിവുമാണ് ഈ വിമാനത്തെ പ്രത്യേകമാക്കുന്നത്. എന്നാൽ ഈ B-1 വിമാനത്തെക്കുറിച്ച് പലർക്കും അറിയാത്ത ഒരു കൗതുകകരമായ കാര്യമുണ്ട്. അടിയന്തര സാഹചര്യമുണ്ടായാൽ ഇതിലെ പൈലറ്റുമാർക്കും മറ്റു ക്രൂ അംഗങ്ങൾക്കും എങ്ങനെ രക്ഷപ്പെടാം എന്നതാണത്. സാധാരണ യാത്രാ വിമാനങ്ങളെ പോലെയല്ല B-52 രക്ഷപ്പെടൽ സംവിധാനം വളരെ വ്യത്യസ്തമാണ്. 5 ക്രൂ അംഗങ്ങളാണ് സാധാരണയായി B-52 ബോംബർ വിമാനത്തിൽ ഉണ്ടാകുന്നത്. വിമാനത്തിന്റെ കമാൻഡർ, കോ പൈലറ്റ്, നാവിഗേറ്റർ, റഡാർ നാവിഗേറ്റർ, ഇലക്ട്രോണിക് വാർഫെയർ ഓഫീസർ എന്നിവരാണിവർ. എല്ലാവർക്കും അടിയന്തര ഘട്ടത്തിൽ വിമാനത്തിൽ നിന്ന് പുറത്തേക്ക് തെറിച്ചു രക്ഷപ്പെടാൻ കഴിയുന്ന ഇജക്ഷൻ സീറ്റുകളുണ്ട്. പക്ഷേ എല്ലാ സീറ്റുകളും ഒരേ രീതിയിൽ പ്രവർത്തിക്കില്ല. അതാണ് ഈ വിമാനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. വിമാനത്തിന്റെ മുകളിലെ ഫ്ലൈറ്റ് ഡെക്കിലാണ് കമാൻഡറും കോ പൈലറ്റും ഇലക്ട്രോണിക് വാർഫെയർ ഓഫീസറും ഇരിക്കുന്നത്. ഇവരുടെ മുന്നിലായിരിക്കും പ്രധാന നിയന്ത്രണ സംവിധാനങ്ങൾ. വിമാനം നിയന്ത്രിക്കുന്ന പ്രധാന ചുമതല ഇവർക്കാണ്. വിമാനത്തിൽ വലിയ അപകടം സംഭവിക്കുകയോ നിയന്ത്രണം നഷ്ടമാകുകയോ ചെയ്താൽ ഇവർ ഇജക്ഷൻ ഹാൻഡിൽ വലിക്കും. അതോടെ പ്രത്യേക സ്ഫോടന സംവിധാനം പ്രവർത്തിച്ച് വിമാനത്തിന്റെ മുകളിലുള്ള ഹാച്ച് തുറക്കും. പിന്നീട് ഇജക്ഷൻ സീറ്റ് അതിവേഗത്തിൽ മുകളിലേക്ക് തെറിച്ചുപോകും. സുരക്ഷിതമായ ഉയരത്തിലെത്തിയ ശേഷം പാരച്യൂട്ട് തുറന്ന് ഇവർക്ക് നിലത്തിറങ്ങാം. എന്നാൽ വിമാനത്തിന്റെ താഴെ ഭാഗത്തുള്ള 2 ക്രൂ അംഗങ്ങളുടെ സ്ഥിതി ഇതിൽ നിന്ന് വ്യത്യസ്തമാണ്. നാവിഗേറ്ററും റഡാർ നാവിഗേറ്ററും ജനാലകളില്ലാത്ത പ്രത്യേക കമ്പാർട്ട്മെന്റിലാണ് ഇരിക്കുന്നത്. ഇവരുടെ സീറ്റുകൾ മുകളിലേക്ക് പോകുന്ന രീതിയിലല്ല രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അപകട സമയത്ത് ഇവരുടെ ഇജക്ഷൻ സീറ്റുകൾ വിമാനത്തിന്റെ അടിഭാഗത്തുള്ള ഹാച്ച് തുറന്ന് താഴേക്കാണ് പുറത്തേക്ക് പോകുന്നത്. കേൾക്കുമ്പോൾ തന്നെ അത്ഭുതം തോന്നുന്ന സംവിധാനമാണിത്. പക്ഷേ വിമാനത്തിന്റെ അകത്തെ രൂപകൽപ്പന കാരണം അന്നത്തെ സാങ്കേതിക സാഹചര്യത്തിൽ ഈ രീതിയാണ് ഏറ്റവും അനുയോജ്യമായെന്ന് കരുതിയിരുന്നത്. എന്നാൽ ഈ താഴേക്കുള്ള ഇജക്ഷൻ രീതിക്ക് വലിയ ഒരു പരിമിതിയുണ്ട്. വിമാനം വളരെ താഴ്ന്ന ഉയരത്തിലാണ് പറക്കുന്നതെങ്കിൽ ഇവർക്ക് രക്ഷപ്പെടാൻ ആവശ്യമായ സമയം ലഭിക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ കുറഞ്ഞത് 250 അടി ഉയരമെങ്കിലും ഉണ്ടായാൽ മാത്രമേ പാരച്യൂട്ട് പൂർണ്ണമായി തുറന്ന് സുരക്ഷിതമായ നിലത്തിറങ്ങാൻ കഴിയൂ. ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്തോ ലാൻഡിങ്ങിന് തൊട്ടുമുമ്പോ അല്ലെങ്കിൽ വളരെ താഴ്ന്ന ഉയരത്തിൽ പറക്കുമ്പോഴോ അപകടം സംഭവിച്ചാൽ താഴത്തെ ഡെക്കുകളിലുള്ള ക്രൂ അംഗങ്ങൾക്ക് അപകട സാധ്യത കൂടുതലാണ്. കാരണം താഴത്തേക്ക് തെറിച്ചിറങ്ങിയ ശേഷം പാരച്യൂട്ട് തുറക്കാൻ വേണ്ട സമയം ലഭിക്കാതെ വരാം. B-52 ഒരു സാധാരണ വിമാനമല്ല. ഏകദേശം 3,90,000 പൗണ്ട് ഭാരമുള്ള ഈ B-1 വിമാനം മണിക്കൂറിൽ 650 മൈൽ വരെ വേഗത്തിൽ സഞ്ചരിക്കും. ഇത്രയും വേഗത്തിലും ഉയരത്തിലും സഞ്ചരിക്കുന്ന വിമാനത്തിൽ നിന്ന് ഇജക്ഷൻ നടക്കുന്നത് മനുഷ്യ ശരീരത്തിന് വലിയ ആഘാതമാണ് സൃഷ്ടിക്കുന്നത്. അതുകൊണ്ട് ഇജക്ഷൻ എന്നത് അവസാന വഴിയായാണ് കണക്കാക്കുന്നത്. വിമാനം സുരക്ഷിതമായി നിയന്ത്രിക്കാൻ കഴിയുന്നിടത്തോളം പൈലറ്റുമാർ അതിനാണ് ശ്രമിക്കുക. ഇജക്ഷൻ നടത്തുമ്പോൾ എല്ലാവരും ഒരേ സമയം പുറത്തേക്ക് പോകില്ല. അതിനും കൃത്യമായ ഒരു ക്രമമുണ്ട്. ആദ്യം താഴെ ഡെക്കുകളിലുള്ള നാവിഗേറ്ററും റഡാർ നാവിഗേറ്ററും പുറത്തേക്ക് പോകും. പിന്നീട് ഇലക്ട്രോണിക് വാർഫെയർ ഓഫീസറും കോ പൈലറ്റും പുറത്തേക്ക് തെറിക്കും. ഒടുവിലാണ് വിമാനത്തിന്റെ കമാൻഡർ പുറത്തേക്ക് പോകുന്നത്. അവസാന നിമിഷം വരെ വിമാനത്തിന്റെ നിയന്ത്രണം കൈവിടാതിരിക്കാനാണ് ഈ ക്രമീകരണം. ഇന്നത്തെ പല ആധുനിക യുദ്ധ വിമാനങ്ങളിലും ഒരേ രീതിയിലുള്ള ഇജക്ഷൻ സീറ്റുകളാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ 1950കളിൽ രൂപകൽപ്പന ചെയ്ത B-52 ഇന്ന് സേവനത്തിൽ തുടരുന്നതിനാൽ അതിന്റെ രൂപകൽപ്പനയിൽ അന്നത്തെ സാങ്കേതിക വിദ്യയുടെ പ്രത്യേകതകൾ കാണാം. അതുകൊണ്ടാണ് മുകളിലേക്കും താഴത്തേക്കും എന്നിങ്ങനെ 2 വ്യത്യസ്ത ഇജക്ഷൻ സംവിധാനങ്ങൾ ഈ വിമാനത്തിലുള്ളത്. പുറത്തുനിന്ന് നോക്കുമ്പോൾ B-52 ഒരു വലിയ ബോംബർ വിമാനം മാത്രമായിരിക്കാം. എന്നാൽ അതിന്റെ ഒരു ഭാഗത്തിനും പിന്നിൽ നിരവധി എഞ്ചിനീയർമാരുടെ പഠനവും കണക്കുകൂട്ടലും ഒളിഞ്ഞിരിക്കുന്നു. ക്രൂ അംഗങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ അന്നത്തെ സാഹചര്യത്തിൽ ലഭ്യമായ ഏറ്റവും മികച്ച സാങ്കേതിക വിദ്യയാണ് ഈ വിമാനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇജക്ഷൻ സീറ്റ് എന്നത് ഒരു ബട്ടൺ അമർത്തി പുറത്തേക്ക് ചാടുന്ന ലളിതമായ സംവിധാനം മാത്രമല്ല, നിമിഷങ്ങൾക്കുള്ളിൽ പല ഘട്ടങ്ങളായി പ്രവർത്തിക്കുന്ന അതീവ കൃത്യതയുള്ള സംവിധാനമാണ്. ഹാച്ച് തുറക്കുന്നതും സീറ്റ് പുറത്തേക്ക് പോകുന്നതും പാരച്യൂട്ട് തുറക്കുന്നതും എല്ലാം കൃത്യമായ സമയക്രമീകരണത്തിലാണ് നടക്കുന്നത്. ചെറിയൊരു പിഴവ് പോലും ജീവൻ അപകടത്തിലാക്കാൻ ഇടയാക്കും. പതിറ്റാണ്ടുകളായി സേവനത്തിൽ തുടരുന്ന B-52 ഇന്ന് അമേരിക്കൻ വ്യോമസേനയുടെ പ്രധാന ശക്തികളിൽ ഒന്നാണ്. കാലത്തിനനുസരിച്ച് നിരവധി നവീകരണങ്ങൾ ലഭിച്ചെങ്കിലും അതിന്റെ ഇജക്ഷൻ സംവിധാനം ഇന്നും വിമാന ചരിത്രത്തിലെ ഏറ്റവും വ്യത്യസ്തമായ രൂപകൽപ്പനയിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. സാങ്കേതിക വിദ്യ എത്രത്തോളം മുന്നേറിയാലും ഒരു വിമാനത്തിന്റെ ഏറ്റവും വലിയ വില അതിലെ മനുഷ്യരുടെ ജീവനാണ്. അതുകൊണ്ട് തന്നെ ഓരോ സുരക്ഷാ സംവിധാനത്തിനും പിന്നിൽ മനുഷ്യജീവനെ സംരക്ഷിക്കാനുള്ള വലിയ ചിന്തയുണ്ട്. B-52 ഇജക്ഷൻ സംവിധാനം അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ്. അപകടത്തിന്റെ നിമിഷങ്ങളിലും ക്രൂ അംഗങ്ങൾക്ക് ജീവൻ രക്ഷിക്കാൻ അവസരമൊരുക്കുന്ന ഈ സംവിധാനം ഇന്നും വ്യോമയാന ലോകത്ത് കൗതുകവും അത്ഭുതവും ഒരുപോലെ സൃഷ്ടിക്കുന്ന ഒന്നായി തുടരുന്നു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.